ഹലോ നമ്പൻസ്, തമ്പിയണ്ണൻ ബ്ലോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ സങ്കടം തോന്നുന്ന അല്ലെങ്കിൽ മാനുഷികമായി പരിഗണിക്കപ്പെടാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ കേരളം കടന്നു പോകുന്നത്. വേറൊന്നുമല്ല, സെൻറ്റ് റീത്താസിലെ മാനേജ്മെൻറ്റ്, അവിടുത്തെ പ്രിൻസിപ്പളായിട്ടുള്ള സിസ്റ്ററിനെ നാട്ടിലെ വർഗീയ ചേരിതിരിവിലൂടെ ആക്രമിക്കുകയാണ്. ഒന്ന് ഓർക്കുമ്പം എല്ലാവരും പറയും ആ കുട്ടിക്ക് മാനസികമായ പിരിമുറുക്കമുണ്ട്, ആ കുട്ടിക്ക് മാനസികമായ ചിന്തകളുണ്ട്, ആ കുട്ടിക്ക് സ്കൂളിൽ 2 ദിവസം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ന്യായീകരണ തൊഴിലാളികൾ, സാമൂഹ്യ പ്രവർത്തകർ, സിനിമാ പ്രവർത്തകർ, ഇവന്മാർ രാഷ്ട്രീയ പ്രവർത്തകന്മാർ, ഇവന്മാരെല്ലാം കൂടെ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഈ ഒരു കാര്യം ഓർക്കുന്നത് വളരെ നന്നായിരിക്കും. 10ാം ക്ലാസ് പാസ്സായിട്ട് സ്വന്തം കുടുംബത്തെയും ഭവനത്തെയും വിട്ട് ക്രിസ്തുവിൻ്റെ വേലയ്ക്കായി ഇറങ്ങിത്തിരിച്ച ഒരു സ്ത്രീയാണ് ഈ സ്കൂളിലെ പ്രിൻസിപ്പളെന്ന് നിങ്ങളൊക്കെ കളിയാക്കി അതിൻ്റെ തല വെട്ടി, അതിൻ്റെ കൈകാല് വെട്ടി മുറിച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ വെട്ടിക്കീറുന്ന മാതിരിയാണ് ആ ഒരു പാവം സ്ത്രീയെ നിങ്ങൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ചൂഷണം ചെയ്യുന്നത്. വളരെ മോശമായിട്ടുള്ള, സാംസ്കാരികമായിട്ട് വളരെ ചീത്തയായിട്ടുള്ള രീതിയിലേക്കല്ലേ നിങ്ങൾ ആ ഒരു പാവം സ്ത്രീയോട് കാണുന്നത്. നിങ്ങളെല്ലാം ആ സ്കൂളിലെ വിദ്യാർത്ഥികളോട് ആ സ്ത്രീയുടെ എന്താ പറയുക, ഇടാൻ പറ്റിയില്ല എന്നൊറ്റ കാരണം കൊണ്ട് STP വർഗീയതകളെ ഉണ്ടാക്കി ആ കുഞ്ഞിന് വേണ്ടി നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. വളരെ ചെറുപ്പകാലത്തിൽ തന്നെ തൻ്റെ കുടുംബത്തെയും വീട്ടുകാരെയും വിട്ട് ഈ പറഞ്ഞ കന്യാസ്ത്രീക്ക് കുടുംബമുണ്ടെന്നേ. ഈ പറഞ്ഞ കന്യാസ്ത്രീക്ക് മാതാവുണ്ട്, അപ്പനുണ്ട്, അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്, ചോദിക്കാനും പറയാനൊക്കെ ആളുണ്ടെന്നേ. അങ്ങനെയുള്ള ഒരു കന്യാസ്ത്രീയുടെ നിങ്ങൾ സോഷ്യൽ മീഡിയയിലിട്ട് ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും ഇട്ട് നിങ്ങളുടെയൊക്കെ എന്താ പറയുക, ചവിട്ടുകുപ്പയാക്കിയിടുന്ന രീതിയാണ് നിങ്ങൾ കാണിച്ചത്. തികച്ചും മ്ലേച്ഛമായിട്ടുള്ള, സംസ്കാരശൂന്യമായിട്ടുള്ള, വിദ്യാഭ്യാസം തീരെ ഇല്ലാത്ത ഒരു സാംസ്കാരികമായ ഒരു രീതിയിലാണ് കേരളം ഇന്ന് ആ കന്യാസ്ത്രീയോട് പെരുമാറിയത്. അതിൽ തമ്പിയണ്ണൻ വ്ളോഗ്സ് എതിർപ്പ് പ്രകടിപ്പിക്കുകയാണ്. അത് ഒരുപാട് യൂട്യൂബർമാർ, ഐപ്പ് വള്ളിക്കാടൻ, ഈ പറഞ്ഞ പോലെ കുറേ അണ്ണന്മാർ, ഇവന്മാരൊക്കെ ഈ സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞ ഒരു കാഴ്ചപ്പാടിലാണ് നിൽക്കുന്നത്. അവിടെ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. വളരെ സ്റ്റുഡൻ്റായിരുന്ന കാലഘട്ടത്തിൽ ഈ കുടുംബത്തെയും വീട്ടുകാരെയും വിട്ട് സാമൂഹ്യ പ്രവർത്തനത്തിനായിട്ട് സധൈര്യം പുറപ്പെട്ട ഒരു കന്യാസ്ത്രീനെ കൂടിയാണ് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലിട്ട് വിചാരണ ചെയ്യുന്നു എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാവണം. ഇതിനെല്ലാം കണക്ക് കൊടുക്കേണ്ടി വരും, മനസ്സിലായില്ലേ? അതെല്ലാം നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ UK നിൽക്കുന്നത് ഞാനും കേരളത്തിൽ നിൽക്കുന്ന നിങ്ങളും ഒന്ന് ഓർത്ത് നോക്കുക. നിങ്ങളുടെ അവിടുത്തെ സാഹചര്യം ഇവിടുത്തെ സാഹചര്യം വലിയ വ്യത്യാസമൊന്നുമില്ല, മനസ്സിലായില്ലേ? ഇവിടെ ഞാൻ വർഗീയവാദിയോ അങ്ങനെയൊന്നുമല്ല. ഇവിടെ ഒരു ക്രിസ്ത്യൻ കൺട്രി ആയിട്ട് വരുന്ന കൺട്രിയാണ്. ഇപ്പം ഇവിടുത്തെ ആൾക്കാർക്ക് പോലും ഇവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, ഞാനിവിടെ ഇംഗ്ലീഷുകാരുടെ കൂടെ വർക്ക് ചെയ്യുന്നത്. ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ലെഫ്റ്റീസ്റ്റ് കൺസർവേറ്റീവ്സ് ഉണ്ട്, റീഫോം UK ഉണ്ട്, ലെഫ്റ്റുണ്ട്. ലെഫ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ അതിപ്രസരം, ഇസ്ലാമോഫോബിയ, അങ്ങനെ എന്നല്ലേ, അവരുടെ ഒരു അതിപ്രസരം ഉണ്ടാവുകയും ഈ വരുന്ന രാജ്യങ്ങളിൽ, സിറിയ പോലുള്ള, ഇറാൻ പോലുള്ള രാജ്യങ്ങളിൽ നിന്നെല്ലാം ഇവരിങ്ങോട്ട് കയറുകയും ഇവിടുത്തെ 5 സ്റ്റാർ ഹോട്ടലുകളിൽ താമസിക്കുകയും ഇവിടുത്തെ പെൺകുട്ടികളെ സ്നേഹിക്കുകയും ഇവിടുത്തെ പെൺകുട്ടികളെ കല്യാണം കഴിക്കുക, അങ്ങനത്തെ ഒരു വർഗീയ ചേരിതിരിവ് ഇവിടെ ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പാലസ്തീൻ്റെ സമരം, ഇപ്പോൾ പാലസ്തീനും ഇസ്രായേലും സമരം നടന്നു. ഇപ്പോൾ ലേബർ ഗവൺമെൻറ്റിന് നിൽക്കപ്പുറതി ഇല്ലാത്തത് കാരണം ലേബർ ഗവൺമെൻറ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇപ്പോൾ പാലസ്തീൻ്റെ കൊടികളെല്ലാം അഴിച്ചു മാറ്റുകയാണ്. പകരം ഇംഗ്ലണ്ടിൻ്റെ സെൻറ്റ് ജോർജ് ക്രോസ് പതിച്ചിട്ടുള്ള
കൊടികളാണ് ഇവിടുത്തെ എല്ലാ ഗ്രാമങ്ങളിലും, എല്ലാ ടൗണുകളിലും, എല്ലാ പോസ്റ്റുകളിലും. ഇന്ന് രാത്രിയാണ്, ഞാൻ എല്ലാവരും പകലായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ വീടിൻ്റെ പുറത്ത് പോയിട്ട് ഇതെല്ലാം കാണിച്ചു തരുമായിരുന്നു. എല്ലായിടത്തും, എല്ലാ പോസ്റ്റുകളിലും ഈ കൊടികൾ കെട്ടിയിട്ടുണ്ട്. പകരം പാലസ്തീൻ്റെയും പാകിസ്ഥാൻ്റെയൊക്കെ കൊടികൾ എടുത്തു മാറ്റപ്പെടണമെന്നാണ് അവർ പറയുന്നത്. ലണ്ടൻ ടൗണിലെ പാലസ്തീൻ സമരം നടത്തിയവരെയൊക്കെ അടിച്ചൊതുക്കാൻ ലേബർ സർക്കാർ ഉത്തരവ്. കാരണം എന്താണ്? പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിച്ച് സ്വന്തമായി എവിടെയോ നടക്കുന്ന പ്രശ്നമോ, ഇസ്രയേലും പാലസ്തീനും തമ്മിലുള്ള പ്രശ്നത്തിന് ലണ്ടനിൽ സമരം, അവർക്ക് വേണ്ടി, ഹമാസിന് വേണ്ടി സമരം. അതേ സാഹചര്യമാണ് കേരളത്തിൽ. എവിടെയോ നടക്കുന്ന സമരം, അവർക്ക് വേണ്ടി കേരളത്തിൽ സമരം. എന്തിന് എന്നുള്ള ചോദ്യം എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം. കാരണം കേരളം സാഹോദര്യത്തിലും സ്നേഹത്തിനും സന്തോഷത്തിനും സമ്പന്നമായിട്ടുള്ള സ്ഥലമാണ്. അവിടെ വർഗീയ ചേരിതിരിവ് കൊണ്ടുവന്ന് അതിതീവ്രമായ മതപ്രസരം കൊണ്ടുവരാൻ ഒരു ശക്തിയെയും നമ്മൾ അനുവദിക്കരുത്. അതുകൊണ്ട് നിങ്ങളോടെല്ലാം പറയാനുള്ളത്, ഒരു കന്യാസ്ത്രീനെയും ഒരു സ്റ്റുഡൻറ്റിനെയും വച്ച് കമ്പയർ ചെയ്തുകൊണ്ട് നാമധാരികൾ, അതായത് മുഹമ്മദ് എന്ന് പറഞ്ഞ ഒരാൾ സാമുവൽ എന്ന പേര് മാറി സോഷ്യൽ മീഡിയയിൽ പ്രോത്സാഹനം കൊടുക്കുന്നു, അവരെ സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനത്തെ ഒരുപാട് ചീപ്പ് പരിപാടികൾ നിർത്തുക. നിങ്ങളിലേക്ക് തിരിച്ചു ചെല്ലുക. എന്നിട്ട് നിങ്ങളുടെ കുടുംബം നോക്കി, നിങ്ങളുടെ മക്കളെ നോക്കി, നിങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസവും നോക്കി നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. അതിനകത്ത് ഈ 3 പെൺമക്കളാവുള്ളത്. ഒരാൾ ലണ്ടനിലാണ്. ഇവിടെ ലണ്ടനിൽ വരുന്നവരെല്ലാവരും ഇതിട്ടുകൊണ്ട് നടക്കണമെന്നൊന്നുമില്ല. ഇറ്റ്സ് എ ലിബറൽ കൺട്രി, മനസ്സിലായില്ലേ? ഇവരെല്ലാവരെയും പുള്ളിക്കാരൻ ഉയർന്ന തലത്തിലൂടെ എത്തുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇടയ്ക്ക് ഞാൻ റീസെൻ്റായിട്ട് കണ്ടതാണ്, ഇറാനിലെ പ്രധാനപ്പെട്ട ഒരാളുടെ മോളുടെ കല്യാണം. അവിടെ ഇതൊന്നും വലിയ പ്രശ്നമേ അല്ല. അപ്പം നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ പണിക്ക് പോവുക, നിങ്ങളുടെ ജോലി ചെയ്യുക, നിങ്ങളുടെ കാര്യം നോക്കി പോവുക. അല്ലാതെ SDPIയുടെയോ RSSൻ്റെയോ അല്ലാതെ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയോ കൂത്താടാനായിട്ട് നിങ്ങൾ നിന്നു കൊടുക്കരുത്. അത് കാസായിക്കോട്ടെ, ആരായിക്കോട്ടെ. താങ്ക് യു വെരി മച്ച്. നിങ്ങളുടെ കുടുംബകാര്യങ്ങൾ നോക്കി, നിങ്ങളുടെ മക്കളെ കാര്യം നോക്കി, അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാക്കാനാണ് നിങ്ങൾ പരിശ്രമിക്കുക. അതുവരയ്ക്കും നന്ദി, വണക്കം. തമ്പിയണ്ണൻ വ്ളോഗ്സിനെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്.